റിയ കുട്ടി ഉറങ്ങി എണീറ്റോ? കടയ്ക്കോ? ഇപ്പോഴോ? എന്തിനടമ്മോ? ചോക്കി വേണോ? ശരി, കടയ്ക്ക് പോകാവാ. എന്താടാ ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? നന്നായിട്ട് തന്നെ ഉള്ളത്. ഇതേ മതി, നമ്മ അടുത്തുള്ള കടയ്ക്കല്ലേ പോണ്. ഇതേ മതി, വാ പോക. ശരി, വേറെ ഡ്രസ്സ് വേണോ? ശരി, എനിക്ക് അച്ഛൻ ഡ്രസ്സ് മാറ്റിത്തരാ. റിയ എണീറ്റോ? ഞാൻ ഇനി എനിക്കത് ഉറങ്ങിയിട്ടിരിക്കണോ എന്ന് വിളിക്കാൻ വേണ്ടി വന്നതാ. ഇടി, ഉറങ്ങണ കുട്ടീനെ വിളിക്കാൻ വേണ്ടി വന്നതാണോ? അതെ, ഉറങ്ങണ കുട്ടി ഉച്ചയ്ക്ക് ഉറങ്ങണം. അല്ലാതെ 6 മണിക്ക് ശേഷം ഉറങ്ങിയാ പിന്നെ എപ്പ എണീക്കണ, എപ്പ പിന്നെ രാത്രി വീണ്ടും ഉറങ്ങണ. പിന്നെ രാത്രിയൊക്കെ ഉറങ്ങാതെ ഇങ്ങനെ കളിച്ചോണ്ടേ ഇരിക്കും. അവസാനം അവളുടെ കൂടെ ആരാ ഇരിക്കണേ? നിങ്ങൾ ഇരിക്കോ? ഇരിക്കില്ലല്ലോ, ഞാൻ തന്നെ ഉറക്കവച്ചിരിക്കണ്ടേ. അതാ അവളെ വിളിക്കാൻ വേണ്ടി വന്നത്. എന്തായാലും എണീറ്റല്ലോ. അവളൊക്കെ എണീറ്റു. എന്നിട്ട് കടയ്ക്ക് പോയി ചോക്ലേറ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ചോക്ലേറ്റോ? അത് ശരി. ഉള്ള ചോക്ലേറ്റ് മൊത്തം തിന്ന് പല്ലൊക്കെ കേടായത് പോരാ, ഇനിയും കൂടെ നിറയെ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും നിങ്ങളുടെ മകൾക്ക്. കഴിച്ചിട്ട് ഉള്ള പല്ല് മൊത്തം പോവട്ടെ. ചോക്ലേറ്റ് ഒന്നും വേണ്ട, മധുരം ഇല്ലാത്ത വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കേ. ശരി ശരി ഐഷു, എനിക്കറിയാലോ. അതൊക്കെ ഞാൻ നോക്കി വാങ്ങിച്ചു കൊടുത്തോളാം. ശരി, എന്തായാലും അവള് ഉറങ്ങിയണിച്ചിട്ട് കടയ്ക്ക് പോണെന്ന് പറഞ്ഞതല്ലേ, ഞാൻ അവളെ കടയ്ക്ക് കൊണ്ടുപോയിട്ട് വരാം. ശരി, കൂട്ടിട്ട് പോകി. എനിക്കും വീട്ടിൽ കുറെ പണിയുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ അവളെ വെളിയിൽ കൊണ്ടുപോയാലാണ് എനിക്ക് തുണി അലക്കാനും വീട്ടിലുള്ള പണിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവള് വീട്ടിലുണ്ടെങ്കിൽ എന്നെ ഒരു പണി ചെയ്യാൻ സമ്മതിക്കില്ല. ശരി, എന്നാ ഞങ്ങൾ പുറത്ത് പോയിട്ട് വരാം. ശരി, അവള് ഉറങ്ങിയിട്ടതല്ലേ, അവൾക്ക് ഞാൻ വേറെ ഡ്രസ്സ് മാറ്റി കൊടുക്കാം, എന്നിട്ട് കൊണ്ടുപോയാ മതി. റിയ കുട്ടി, വാ, അമ്മ നിനക്ക് വേറെ ഡ്രസ്സ് ഇട്ട് തരാം. അതെന്താ നിന്റെ അച്ഛ ഇട്ട് തരണം? എന്റെ അമ്മ ഇട്ടാ ഇടാൻ പറ്റൂലേ? എടി, എപ്പോ നോക്കിയാലും അച്ഛൻ 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 മാത്രം നിനക്ക് മതിയോ? എടി ഐഷു, അവളെ കൊണ്ട് ദേഷ്യപ്പെടണ്ട. അവളെ എപ്പോഴും അങ്ങനെയല്ലേ. ശരി, പോട്ടെ, വിട്, ഞാൻ ഡ്രസ്സ് ഇട്ട് കൊടുക്കാം. അവൾക്ക് ഏത് ഡ്രസ്സാണ് ഇട്ട് കൊടുക്കുന്നത് എടുത്തതാ ഞാൻ ഇട്ട് കൊടുക്കാം. ശരി, ഒരു അച്ഛനും മകളും. നിക്ക്, ഞാൻ ഡ്രസ്സ് കൊണ്ടുവരാം. ഇതെന്താ പൊതുപ്പൊക്കെ നിറഞ്ഞിരിക്കണേ? റിയ, നീ ബെഡില് ചൂച്ച ഒഴിച്ചോ? അമ്മ കണ്ടുവച്ചല്ലോ. പറയറിയ, നീ ബെഡിൽ ചൂച്ച ഒഴിച്ചോ? ബെഡിൽ ചൂച്ച ഒഴിക്കാൻ പാടില്ല. ചൂച്ചു വരുന്നെന്ന് പറഞ്ഞ അമ്മ കൊണ്ടുപോയി ബാത്റൂമിലാക്കും. ബാത്റൂമിൽ തന്നെ ചൂച്ച ഒഴിക്കണമെന്ന് അമ്മ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പറഞ്ഞത് കേൾക്കാതെ ബെഡിൽ ചൂച്ച ഒഴിച്ചാ അമ്മ നല്ല ചൂട് വെച്ച് തരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? പറയ്, ബെഡിൽ ചൂച്ച ഒഴിച്ചോ നീ? ചൂച്ച ഒഴിക്കാതെ പിന്നെ ഈ പൊതപ്പൊക്കെ എങ്ങനെ നനയും? നീ ബെഡിൽ ചൂച്ച ഒഴിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാ ബെഡിൽ ചൂച്ച ഒഴിച്ചത്? എന്ത്? റിയ കുട്ടി, നീ ബെഡിൽ ചൂച്ച ഒഴിച്ചിട്ട് അച്ഛൻ ചൂച്ച ഒഴിച്ചെന്നാണോ പറയണേ? എടി അമ്മൂസേ, എടി ഐഷു, അവള് പറയണെന്ന് പറഞ്ഞ നീ എന്താണ് എന്നെ നോക്കണേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. അയ്യോ ഐഷു, ഇല്ലടി. അയ്യോ, അച്ഛനും മകൾക്കും വേറെ പണിയില്ല. ഒന്ന് പുതിയ രണ്ടുപേരും. പക്ഷെ ഒരു കാര്യം, ഇതിലിനിപ്പോ ആര് ചൂച്ച ഒഴിച്ചതാണെങ്കിലും ശരി, ഇത് ഞാൻ അലക്കില്ല. അച്ഛനാണെങ്കിലും ശരി, മകളാണെങ്കിലും ശരി, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് അലക്കിയാ മതി. എടി ഐഷു, എന്താ? മകൾക്ക് എല്ലാ കാര്യത്തിലും അച്ഛൻ തന്നെയല്ലേ വേണ്ടത്. ഇനിയിപ്പോ മകളുടെ കാര്യം അച്ഛൻ തന്നെ നോക്കിയാ മതി. ഈ ചൂച്ച ഒഴിച്ച പൊതപ്പൊക്കെ രണ്ടുപേരും ചേർന്ന് അലക്കിക്കോളി, ഞാനൊന്നും ചെയ്യില്ല. എടാ അമ്മൂസേ, എന്താടാ ഇത്? എന്തിനാടാ ബെഡിൽ ചൂച്ച ഒഴിച്ചത്? ഇപ്പൊ നോക്ക്, നിന്റെ അമ്മ ഈ പൊതപ്പൊക്കെ നമ്മ രണ്ടുപേരും തന്നെ അലക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. ആര്? നീ എന്നെ സഹായിക്കോ? അത് ശരി, നിന്റെ സഹായം കൊണ്ട് ഞാൻ ഈ പൊതപ്പ് അലക്കിയത് തന്നെ.
ശരി, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഈ ചൂച്ച് ഒഴിച്ച പുതപ്പൊക്കെ നമ്മ തന്നെ അലക്കണം എന്ന് അമ്മ പറഞ്ഞിട്ട് പോയി. ഇനി ഉണ്ണിക്കുട്ടിക്ക് വേണ്ടി അച്ഛൻ തന്നെ അലക്കാം, വേറെ വഴിയില്ലല്ലോ. ஐயோ படுத்துற ஐம்பது கசக்குற பெடலைய உச்ச புரிய ஹோம்வொர்க் பண்ண தயங்குற கூட்ட சொன்ன நடுங்குற ஏச்சி பண்ணி ஊட்டி விடுற மை டியர் சி மை சேஞ்சுடா மாறி விடு நம்ம ரேஞ்சுடா ஓகேலா லவ் யூலா குட்டி குட்டி தப்பு பண்ணி கத்துக்கலாம் ஹே 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 ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. റിയ കുട്ടിയെ ഇഷ്ടമാണെന്ന് കമന്റിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. റിയ കുട്ടി നിങ്ങളെ കാണേ നാളെ വരാട്ടോ. ബൈ.